നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ചെന്താമരയ്ക്കുണ്ടായിരുന്നത് സംശയരോഗവും അന്ധവിശ്വാസവും. അയൽക്കാരെയൊക്കെ സംശയത്തോടെയാണ് ഇയാൾ കണ്ടിരുന്നത്. ഇയാളുടെ സംശയരോഗത്തിലും അന്ധവിശ്വാസത്തിലും മനമടുത്താണ് ഭാര്യയും മക്കളും വീട് വിട്ടുപോയത്. ചെന്താമരയുടേത് പ്രണയവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ ഉപേക്ഷിച്ചത് ചെന്താമരയ്ക്ക് ഉൾക്കൊള്ളാനായതില്ല. അതിന്റെ ഉത്തരവാദിത്തം ചെന്താമര സുധാകരന്റെ കുടുംബത്തിന് മേൽ കെട്ടിവയ്ക്കുകയായിരുന്നു. അതിന്റെ പകയിലാണ് 2 തവണയായി ആ കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊന്നത്. ആസൂത്രിതമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. തന്റെ കുടുംബം നശിക്കാൻ കാരണം സുധാകരന്റെ കുടുംബമാണെന്ന് മഷി നോക്കിയാണ് ചെന്താമര തീരുമാനിച്ചതെന്നും ഇയാളുടെ രീതികളും നീക്കങ്ങളും ഒക്കെ നിഗൂഢമാണെന്നും നാട്ടുകാർ പറയുന്നു. ജ്യോതിഷിയാണ് ഇത്തരത്തിൽ ചെന്താമരയെ ഇങ്ങനെ വിശ്വസിപ്പിച്ചത്. മുടി നീട്ടി വളർത്തിയ സ്ത്രീ കൂടോത്രം ചെയ്തുവെന്നായിരുന്നു ജ്യോതിഷിയുടെ പ്രവചനം. അതനുസരിച്ചാണ് പ്രദേശത്ത് നല്ല മുടി വളർത്തിയിരുന്ന സജിതയെ കൊന്നത്. പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇതുള്ളത്. മഷിനോട്ടത്തിലൂടെ കിട്ടിയ ഈ സൂചന സജിതയുടെ കുടുംബത്തോടും ചെന്താമര വച്ചു പുലർത്തി. ചെന്താമര സൈക്കോയാണെന്നും പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ വരെ ഇയാൾ അക്രമാസക്തനാകുമെന്നും നാട്ടുകാർ പറയുന്നു. സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു.